ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ദി ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കപ്പോൾ നോക്കാം ദി ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ദി വേർഡ് എ ആൻഡ് ദ ആർ കോൾ ആർട്ടിക്കിൾസ്. അതായത് നമ്മൾ ഓരോ വേർഡ്സ് എഴുതുമ്പോഴത്തേക്കും എ ആൻഡ് പിന്നെ ദ ഇത് വെച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേ ആർ യൂസ്ഡ് വിത്ത് നൗൺ. അത് നൗണിനെ ഇതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ അഡ്ജക്റ്റീവ്സ്, അവർ അഡ്ജക്റ്റീവ്സ് ആണ്. ദിസ് ഈസ് കോൾഡ് ദി ഡെഫിനേറ്റ് ആർട്ടിക്കിൾസ്. ഇതിനെയാണ് നമ്മൾ ഡെഫിനേറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എ ഓർ ഓൺ ഈസ് കോൾഡ് ദി ഇൻഡെഫിനേറ്റ്. എ ഓർ ആൻ അതിനെ നമ്മൾ ഇൻഡെഫിനേറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ദായ്ക്ക് ഡെഫിനറ്റും എയും ആനും ഇൻഡെഫിനേറ്റ് ആർട്ടിക്കിൾസും ആണ് പറയുന്നത്. ഓക്കെ, അപ്പം എ ആൻഡ് ആൻ വന്നിട്ട് ഇൻഡെഫിനേറ്റ് ആർട്ടിക്കിൾസ്. എ ഈസ് യൂസ്ഡ് ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് കൺസോണന്റ് സൗണ്ട്. ബിഫോർ ദ വേർഡ്, വേർഡ് തുടങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻ ഈസ് യൂസ്ഡ് ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ വൊവൽ സൗണ്ട്. ആൻ വന്നിട്ട് വൊവൽ സൗണ്ടിനാണ് തുടങ്ങുന്നത്. അതായത് എ വന്നിട്ട് കൺസോണന്റ്, അതായത് വൊവൽസ് അല്ലാത്ത ബാക്കി ലെറ്റേഴ്സ് ആണ് കൺസോണന്റ്. അപ്പൊ അതിനെയാണ് എ വെച്ച് തുടങ്ങുന്നത്. ആൻ വന്നിട്ട് വൊവൽസിന്റെ സൗണ്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ ആൻ വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് വേർഡിന് മുന്നേ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ വൊവൽസ് ലെറ്റർ നമ്മൾ പഠിച്ചോളൂ എ ഇ ഐ ഒ യു ആണ്. എക്സാമ്പിൾ വന്നിട്ട് ഇപ്പൊ വൊവൽസിന്റെ ലെറ്റർ വരുമ്പോഴത്തേക്കും എ മാൻ, എ ബേർഡ്, എ ക്യാറ്റ്, എ ഡോഗ്. ഓക്കെ, ഇതിനകത്തെല്ലാം നമുക്ക് വൊവൽസ് ഉണ്ട്. അതായത് എ മാൻ എന്ന് പറയുമ്പോഴത്തേക്കും എ ഉണ്ട്, എയുടെ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ എ ബേർഡ് ആകുമ്പോൾ ഐ വരുന്നുണ്ട്. എ ക്യാറ്റ് ആകുമ്പോൾ പിന്നെ എ വരുന്നുണ്ട്. എ ഡോഗ് ആകുമ്പോൾ ഓ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് ആൻ അംബ്രല്ല, ഇത് കൺസോണന്റ് ആ വരുന്നത്. ഓക്കെ, ആൻ അംബ്രല്ല, ആൻ എലിഫന്റ്, ആൻ ആപ്പിൾ, ആൻ ഓഫീസർ എക്സെട്ര, ഇതൊക്കെയാണ് ഇത്ര. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ ഇൻഡെഫിനേറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് മേ ബി യൂസ്ഡ് ബിഫോർ എ കൗണ്ടബിൾ സിംഗുലർ നൗൺ. അതിനെ വന്നിട്ട് സിംഗുലർ നൗണിന് മുന്നെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ആർട്ടിക്കിൾ എയും ആനും സിംഗുലർ നൗൺ ആക്ടിവിറ്റി വൈൽ മെൻഷനിങ് ഓക്യുപ്പേഷൻ. എ ഡോക്ടർ, എന്തെങ്കിലും ഓക്യുപ്പേഷൻ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ എ ഡോക്ടർ, എ ടീച്ചർ, നമ്മൾ എ വെച്ചിട്ടാ പറയാ. വിത്ത് സച്ച് എ ഗുഡ് ബോയ്. ആൻഡ് വെൻ ആൻ അഡ്ജക്റ്റീവ് ഈസ് പ്രൊസീസ്ഡ് ബൈ സോ ഡാർക്ക് അറ്റ് നൈറ്റ്, അത് ഭയങ്കര ഇതായിട്ടാണ് വരുന്നത്. ഇതുപോലത്തെ എല്ലാം വന്നിട്ട് ഗുഡ്, നല്ല രീതിയിൽ ഇതായിട്ടാണ് വരുന്നത്. അപ്പോ അഡ്ജക്റ്റീവ് വന്നിട്ട് പ്രൊസീഡ് ബൈ സോ വെച്ചിട്ട് വരും. സോ ഡാർക്ക് ആയ നൈറ്റ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോ ഡാർക്ക് ആയ നൈറ്റ്, അവിടെ എ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് വന്നിട്ട് ഓക്കെ, നമുക്ക് നോക്കാം. യു എന്ന് ഉച്ചാരണത്തിൽ തുടങ്ങുന്ന പദത്തിനു മുന്നിൽ എ ചേർക്കുന്നു. യു എന്ന് പറയുന്ന നമ്മളിപ്പോ യു എന്ന് വേർഡ് വെച്ചിട്ട് വരുന്ന ഓരോ ലെറ്ററിനും മുന്നിലാണ് ഈ ഒരു ഇത് വരുന്നത്, ചേരുന്നത്. ഓക്കെ, ഈ ഒരു ഉച്ചാരണത്തിൽ തുടങ്ങിയ പദത്തിന് മുന്നിലാണ് എ വരുന്നത്. യു എന്ന് തുടങ്ങുന്ന ഒരു വേർഡിന്റെ മുന്നിലാണ് നമുക്ക് എയും കൂടി ചേർത്താണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിക്ക് യു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിന്റെ സൈഡിൽ നമ്മൾ എയും കൂടി ചേർക്കും. എ യൂണിയൻ, എ യൂറോപ്പ്. യൂറോപ്പിൽ നമ്മൾ ഇ ആയിരുന്നെങ്കിലും അതിന്റെ ഉച്ചാരണം വരുന്നത് യു ആണ്. ഓക്കെ, പിന്നെ ഇൻ സൈലന്റ് ആയ ചില വാക്കുകൾക്കും മുൻപിലും ആൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ സൈലന്റ് വേർഡ്സ് വരത്തില്ല, അതിന്റെ മുന്നിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആൻ ഹവർ, ഹവർ എന്ന് പറഞ്ഞാൽ എച്ച് അവിടെ സൈലന്റ് ആ വരുന്നത്. എച്ച് സൈലന്റ് വരുന്ന വേർഡ്സിനാണ് ആൻ ഹവർ. ഓക്കെ, പിന്നെ ആൻ ഓണസ്റ്റ്, അവിടെ എച്ച് വരുന്നുണ്ട്, ഓണസ്റ്റ് മാൻ. പിന്നെ ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾസ്, ഇത്രയാണ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ്. ഇപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് നോക്കാം. The definite articles that is used to denote a particular person or thing. ഇത് വന്നിട്ട് പർട്ടിക്കുലർ പേഴ്സണും അല്ലെങ്കിൽ ഒരു വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്, അതിനെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി ഗേൾ whom I saw yesterday. ഈ പെൺകുട്ടിയാണ് ഞാൻ ഇന്നലെ കണ്ടത്. അപ്പൊ അവിടെ ദാ വരുന്നുണ്ട്. ദിസ് ഈസ് ദി ഗേൾ, ഗേൾ എന്ന് പറയുമ്പോഴത്തേക്ക് ദാ വരുന്നുണ്ട്. ഓക്കെ, ദ ചെയർ ഇൻ ദിസ് റൂം ഈസ് മേഡ് ഓഫ് വുഡ്. ഇപ്പൊ ഇതിന് ആദ്യം തന്നെ ദാ വരുന്നുണ്ട്. ദ ചെയർ, അതായത് ഈ കസേര വുഡ് കൊണ്ടാണ്, അതായത് തടി കൊണ്ടാണ് റൂമിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബിഫോർ എ കോമൺ നൗൺ വിച്ച് ഈസ് ദ നെയിം ഓഫ് എ തിങ് ഓഫ് വിച്ച് ഓൺലി വൺ എക്സിസ്റ്റ്. അതായത് ബിഫോർ എ കോമൺ നൗണിന് മുന്നായിട്ട് വിച്ച് ഈസ് ദി നെയിം ഓഫ് എ തിങ്, അതായത്
ഒരാളുടെ പേര്, തിങ്സ് ഒരാളുടെ പേരല്ല, ഒരു വസ്തുക്കളുടെ പേര് വരുന്നത് ഇറ്റ്സ് ഓൺലി വൺ ഒരെണ്ണം മാത്രമേ നിലനിൽക്കത്തുള്ളൂ ബിഫോർ എ കോമൺ നൗണിന് മുന്നേ വരുവാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ പറയുമ്പോ ദി സൺ, ദി മൂൺ, ദി സ്കൈ, ദി എർത്ത്, ദി ബ്രൈറ്റ്, ദി പ്രൈം മിനിസ്റ്റർ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ദി ബൈബിൾ, ദി പ്രൈം മിനിസ്റ്റർ എക്സെട്ര, ഇതിങ്ങനെയാ വരുന്നത്. ഓക്കെ, when a singular noun is meant to represent the whole class, സിംഗുലർ നൗൺ ആണ് ഇതിനെ റീപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതാകുമ്പോൾ ഓൾ നൗണിനാണ് വരുന്നത്. എക്സാമ്പിൾ ദി ക്രോ, ദി ക്യാമൽ, ദി ബ്രിട്ടീഷ് എക്സെട്ര, ഇങ്ങനെ ഓൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ദെൻ ദ ഈസ് യൂസ്ഡ് ബിഫോർ ദി നെയിം ഓഫ് റിവർ, അതായത് റിവറിന് മുന്നേ യൂസ് ചെയ്യുന്നത്. ദി റിവർ അങ്ങനെയൊക്കെ പറഞ്ഞു, ദി ഓഷൻ, ദി ഗൾഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുന്നേ യൂസ് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്, മൗണ്ടെയിൻ റേഞ്ച്, ന്യൂസ് പേപ്പർ, പബ്ലിക് ബിൽഡിംഗ്, സം ബുക്സ് ആൻഡ് ജോഗ്രഫിക്കൽ നെയിം ദാറ്റ് ഡിസ്ക്രൈബ് ദി പ്ലേസ്. ജോഗ്രഫിക്കൽ ചില പ്ലേസസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ദ ഗംഗാസ്, ദി അറ്റ്ലാന്റിക് ഓഷൻ, ദി പെർഷ്യൻ ഗൾഫ്, ദി ആൻഡമാൻ, ദി ഹിമാലയാസ്, ആസ് ദി ഇന്ത്യൻ എക്സ്പ്രസ്, ദി സ്റ്റേറ്റ്മാൻ, പിന്നെ ദി താജ്മഹൽ, ദി ടൗൺ ഹാൾ, ദി ബൈബിൾ, ദി ഗീത, ദി ഡെക്കൻ പ്ലാറ്റ്യൂ, ദി സഹാറ, ഇതൊക്കെ നമ്മൾ മുന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സ്ഥലപ്പേരും റിവറുകളും എല്ലാം നമ്മൾക്ക് ഇങ്ങനെ ദാ വെച്ചിട്ട് മുന്നേ വരുന്നതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിഫോർ ദി നെയിം ഓഫ് എ നേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓരോ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ദാ യൂസ് ചെയ്യും. ബിഫോർ ദി നെയിം, അത് പേരിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നത് ദായാണ്. ഇപ്പോ ദ ജർമ്മൻ, ദ ഇന്ത്യൻ, ദ അറബിക്, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ എന്നല്ല പറയത്തുള്ളൂ. അപ്പൊ അതിന് മുന്നേ ആയിട്ടാണ് ദാ വരുന്നത്. ഓക്കെ, ദാ വെച്ചിട്ട് അതിന് മുന്നേ ദാ വരുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് ബിഫോർ എ പ്രോപ്പർ നൗൺ only when it is qualified by an adjective. ബിഫോർ എ പ്രോപ്പർ നൗണിന് മുന്നേ വരുന്നതാണ് നമുക്ക് അതിനെ ക്വാളിഫൈഡ്, അഡ്ജക്റ്റീവ് ആണ് ക്വാളിഫൈഡ് ബൈ ഇത് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ ദി ഗ്രേറ്റ് ലിയൻ, ദി ഗ്രേറ്റ് ശിവാജി, ദി ഗ്രേറ്റ് ബ്രിട്ടൻ, എല്ലാം ദായ വരുന്നത്. ഓക്കെ, മുന്നേ വന്നിട്ടാണ് ബാക്കി വേർഡ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. പിന്നെ വരുന്നത് ബിഫോർ ആൻ അഡ്ജക്റ്റീവ് ഇൻ ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരും ബിഫോർ അഡ്ജക്റ്റീവ്ക്ക് മുന്നേ വരുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുമെങ്കിൽ ഡോക്ടർ മോഹൻദാസ് ഈസ് ദി ബെസ്റ്റ് ഡോക്ടർ ഇൻ ദി ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യം പേര് വന്നിട്ടാണ് പിന്നെ ഈസ് ദാ വരുന്നത്, പിന്നെ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദിസ് ഹോസ്പിറ്റലിന് പറഞ്ഞു വരുന്നത്. ബിഫോർ ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ. അഡ്ജക്റ്റീവിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദാറ്റ്. ദാറ്റ് വന്നിട്ടാണ് പിന്നെ അഡ്ജക്റ്റീവ് വരുന്നത്. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അറിയാലോ, നാമത്തെ സൂചിപ്പിക്കുന്നതാണ്. എക്സാമ്പിൾ വന്നിട്ട് നോക്കാം. ദ റിച്ച് ഷുഡ് ഹെൽപ് ദി പൂർ, അതായത് റിച്ച് അതായത് പണക്കാരെ പാവപ്പെട്ടവരെ സഹായിക്കണം എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ദാ ആദ്യമേ വരുന്നുണ്ട്, മിഡിലും വരുന്നുണ്ട്. ഓക്കെ, ചില വേർഡ് സെന്റൻസിൽ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനൽ ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ വന്നിട്ട് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.